2025 ഡിസംബർ മാസം 27 അല്ലേ? കൃത്യം 42 വർഷങ്ങൾക്ക് മുൻപ് ഇതേ ദിവസം നമ്മുടെ ലോകം സാക്ഷ്യം വഹിച്ചത് ചരിത്രത്തിലെ ഏറ്റവും മനോഹരവും എന്നാൽ അവിശ്വസനീയവുമായ ഒരു കൂടിക്കാഴ്ചയ്ക്കാണ്. പ്രതികാരം ചെയ്യാനല്ല, മറിച്ച് തന്നെ കൊല്ലാൻ ശ്രമിച്ചവനെ നെഞ്ചോട് ചേർക്കാൻ ഒരു മനുഷ്യൻ നടത്തിയ യാത്രയുടെ കഥയാണത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും അദ്ദേഹത്തിന് നേരെ നിറയൊഴിച്ച മുഹമ്മദ് അലി ആഖയും തമ്മിലുള്ള ആ കൂടിക്കാഴ്ചയുടെ ഓർമ്മ പുതുക്കലാണിത്. 1981 മെയ് മാസം 13 വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് 4 തവണയാണ് അലി ആഖ എന്ന യുവാവ് മാർപ്പാപ്പയ്ക്ക് നേരെ വെടിയുതിർത്തത്. മരണത്തിന് തൊട്ടടുത്തെത്തിയ മാർപ്പാപ്പ നീണ്ട ചികിത്സകൾക്കൊടുവിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കുറ്റവാളിയായ അലി ആഖ ഇറ്റലിയിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടു. ലോകം മുഴുവൻ ആ യുവാവിനോട് വെറുപ്പും ദേഷ്യവും വെച്ചു പുലർത്തിയപ്പോൾ 1983 ഡിസംബർ മാസം 27 മാർപ്പാപ്പ ചെയ്തത് മറ്റൊന്നാണ്. അദ്ദേഹം ആ റോമൻ ജയിലിലേക്ക് നടന്നു ചെന്നു. ആ ഇടുങ്ങിയ മുറിയിൽ തന്നെ കൊല്ലാൻ ശ്രമിച്ച മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു. 21 മിനിറ്റോളം അവർ സംസാരിച്ചു. പുറത്തു വന്ന മാർപ്പാപ്പ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത് ഒരു സഹോദരനെ പോലെയായിരുന്നുവെന്ന്. ഞാൻ അദ്ദേഹത്തോട് പൂർണ്ണമായും ക്ഷമിച്ചിരിക്കുന്നു എന്ന്. തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചവനെ എൻ്റെ സഹോദരൻ എന്ന് വിളിക്കാൻ അദ്ദേഹം കാണിച്ച ആ വലിയ മനസ്സ് ലോകത്തെ ഞെട്ടിച്ചതാണ്. പ്രതികാരത്തേക്കാൾ വലിയ ആയുധം ക്ഷമയാണെന്ന് പോപ്പ് തൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ച നിമിഷമായിരുന്നു അത്. ഈ അവസരത്തിൽ മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ കൂടി ഓർക്കുന്നു: ദുർബലർക്കൊരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. ക്ഷമ എന്നത് കരുത്തുള്ളവൻ്റെ അടയാളമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മളെ വേദനിപ്പിക്കുന്നവരൊക്കെ ഉണ്ടാകാമല്ലേ? പക്ഷേ അവരോടൊക്കെ വെറുപ്പ് മനസ്സിൽ സൂക്ഷിച്ചാലോ? അത് കനൽ പിടിക്കുന്നത് പോലെയാണ്. ആ കനൽ പൊളിക്കുന്നത് മറ്റാരെയുമല്ല, നമ്മുടെ സ്വന്തം കൈകളെ തന്നെയാണല്ലേ? എന്നാൽ അവരോട് ക്ഷമിക്കാൻ തുടങ്ങിയാലോ? ക്ഷമിക്കുക എന്നത് ദുർബലതയല്ല, മറിച്ച് അത് ഏറ്റവും വലിയൊരു കരുത്താണ്, മഹത്തായ ഒരു കാര്യമാണ്. മറ്റൊരാൾക്ക് ക്ഷമ നൽകുമ്പോൾ നമ്മൾ ശരിക്കും സ്വതന്ത്രരാവുകയാണ് ചെയ്തത്. ഇന്ന് ഈ ദിവസം മുതൽ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും പുതിയൊരു വഴി തേടാൻ നമുക്ക്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു.